ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നും അത് സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷനിലെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ ആ ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇക്വേഷൻ എടുത്താൽ ഈ ഇക്വേഷൻ എന്താണ്? 2x² + 3x + 1 = 0 എന്നാണ്. അതില് വേരിയബിൾ ഏതാണ്? എക്സ് ആണ് വേരിയബിൾ. എക്സിന്റെ ഹയസ്റ്റ് പവർ എന്താണ്? 2 ആണ്. ഇവിടെ എക്സിന്റെ പവർ 2, ഇവിടുത്തെ എക്സിന്റെ പവർ 1, ഇവിടെ എക്സിന്റെ പവർ 0 ആണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഈ ഇക്വേഷൻ ആണെങ്കിൽ 2x + x² = 0. ഇവിടെ എക്സിന്റെ പവർ എന്താണ്? 1 ആണ്. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. ഹയസ്റ്റ് പവർ എന്താണ്? 2 ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കാം. അടുത്ത ഇക്വേഷൻ x³ + 3x² + 4 = 0 എന്നുള്ള ഈ ഇക്വേഷൻ എക്സിന്റെ പവർ എന്താണ്? ഈ ടേമിന്റെ പവർ 3 ആണ്. ഈ ടേമിൽ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. ഈ ടേമിൽ എക്സിന്റെ പവർ 0 ആണ്. ഫസ്റ്റ് ടേമിൽ എക്സിന്റെ പവർ 3, സെക്കൻഡ് ടേമിൽ എക്സിന്റെ പവർ 2, തേർഡ് ടേമിൽ എക്സിന്റെ പവർ 0 ആണ്. ഇതിൽ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാവോ? ഇല്ല. അപ്പോ എക്സിന്റെ ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² + 3x + c = 0. ഇപ്പൊ ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ ഇക്വേഷൻ എന്താണ്? 2x² + 3x + 1 = 0 എന്നാണ്. ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ ഇക്വേഷൻ എ ഏതാണ്? എയുടെ പൊസിഷനിൽ വരുന്നത് 2 ആണ്. അപ്പൊ a = 2 bx എന്നാണ്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് b എന്ന് പറയുന്നത്. b ഏതാണ്? 3 ആണ്. സി എന്ന് പറയുന്നത് 1 ആണ്. ഇതിലെ വേരിയബിൾ എക്സ് ആണ്. എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. ഈ വേരിയബിൾ എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 2 ആണ്. ഫസ്റ്റ് ടേമിൽ എന്താണ്? x² ടേം ആണ്. സെക്കൻഡ് ടൈം എക്സിന്റെ ടേം ആണ്. തേർഡ് ടേം എക്സിന്റെ പവർ 0 വരുന്ന ടേം, അതായത് കോൺസ്റ്റന്റ്. ഫസ്റ്റ് ടൈമിൽ എക്സിന്റെ പവർ 2, സെക്കൻഡ് ടൈമിൽ എക്സിന്റെ പവർ 1, തേർഡ് ടൈമിൽ എക്സിന്റെ പവർ 0. ഇതായിരിക്കും സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? x² കോഎഫിഷ്യന്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള എക്സ് ഇല്ലാത്ത ടേം ആണ് സി എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ അൺനോൺ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിൽ 2 സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഓരോ ഇക്വേഷന്റെയും നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ തന്നെയാണല്ലോ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സിന്റെ പവർ അവിടെ 1 ആണ്. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 സൊല്യൂഷൻ ആണ് ഉള്ളത്. അതായത് വേരിയബിളിന്റെ 2 വാല്യൂസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ. എക്സ് എന്നുള്ള വേരിയബിളിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ എക്സിന് 2 വാല്യൂസ് ആണ്. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 4 മെത്തേഡ്സ് ഉണ്ട്. 4 മെത്തേഡ്സ്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടേക്കിംഗ് സ്ക്വയർ റൂട്ട് മെത്തേഡ് ആണ്. സെക്കൻഡ് മെത്തേഡ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല. തേർഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. 4 കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. സ്ക്വയർ റൂട്ട് മെത്തേഡ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോൾവ് 2x² - 6 = 0. 2x² - 6 = 0 എന്നുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സാധാരണ ഒരു ഇക്വേഷൻ, അതായത് ലീനിയർ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സൈഡ് x = എന്നുള്ള ഫോർമുല ഇക്വേഷനെ ആക്കി എടുക്കുക എന്നാണ്. ലെഫ്റ്റ് സൈഡിൽ x ഈക്വൽ, റൈറ്റ് സൈഡിൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. x = എന്നുള്ള ഫോർമുല ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേം മാത്രം ഒരു സൈഡും ബാക്കി എല്ലാ ടേംസും ഓപ്പോസിറ്റ് സൈഡിലേക്കും ഉണ്ട്. അതായത് ഇപ്പൊ എക്സ് ഉള്ള ടേം ലെഫ്റ്റ് സൈഡിലും
ബാക്കി എല്ലാ ടേംസ് എക്സ് ഇല്ലാത്ത ബാക്കി എല്ലാ ടേംസും എന്താണ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സ് ഉള്ള ടേം, അതായത് എക്സ് സ്ക്വയർ ഉള്ള ടേം എന്ന് പറഞ്ഞാൽ എന്താണ് 2x സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഉള്ള ടേം എന്ന് പറയുന്നത് 2x സ്ക്വയർ ആണ്. അപ്പൊ 2x സ്ക്വയർ ഒഴികെ ഉള്ള ബാക്കി എല്ലാ ടേംസും എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ബാക്കി ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, -6 ആണ്. -6 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, +6 ആയി. 0 + 6 എന്ന് വരും. 2x സ്ക്വയർ ഈക്വൽ 0 + 6 എന്ന് പറയുന്നത് 6. 2x സ്ക്വയർ ഈക്വൽ ടു 6 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി എന്താണ്, x സ്ക്വയർ ഈക്വൽ ടു എന്താണെന്നാണ്. x സ്ക്വയർ ഈക്വൽ ടു എന്നുള്ള ഫോമിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എന്താണ്, 2നെ എലിമിനേറ്റ് ചെയ്യണം. 2 ഇവിടെ x സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്താണ്, മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവൈഡ് ആവും. x സ്ക്വയർ ഈക്വൽ 6 ഡിവൈഡഡ് ബൈ 2. 6 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3. x സ്ക്വയർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. ഇവിടെ നമുക്ക് x സ്ക്വയർ ഈക്വൽ 3 എന്നാണ് കിട്ടിയത്. അപ്പൊ x ഈക്വൽ ടു എന്തായിരിക്കും, സ്ക്വയർ കളയണം. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ x ഈക്വൽ √3 എന്ന് വരും. ആൻസർ എന്ന് പറയുന്നത് ±√3. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് 16x സ്ക്വയർ - 4 = 0. 16x സ്ക്വയർ - 4 = 0 എന്നാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് സ്ക്വയറിന്റെ ടേം ഒഴികെയുള്ള ബാക്കി എല്ലാ ടേംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എക്സ് സ്ക്വയറിന്റെ ടേം ഇവിടെ എന്ന് പറയുന്നത് 16x സ്ക്വയർ ആണ്. ബാക്കിയുള്ള ടേം -4 ആണ്. -4 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, +4 ആവും. അപ്പോൾ 0 + 4 എന്ന് വരും. എത്രയാണ്, 4. അപ്പൊ x സ്ക്വയർ ഈക്വൽ ടു എത്ര വരും, 16x സ്ക്വയർ ഈക്വൽ 4 എന്നാണ്. അപ്പൊ x സ്ക്വയർ ഈക്വൽ വരുമ്പോൾ എന്താണ്, 16 ഇവിടെ x സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ആകും. 4/16 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്, 1/4 കിട്ടും. x ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും, x സ്ക്വയർ ഈക്വൽ 1/4 കിട്ടി. അപ്പൊ x ഈക്വൽ എന്താണ് കണ്ടുപിടിക്കേണ്ടി ചെയ്യണം, സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ √1/4 എന്ന് വരും. ആൻസർ ആയിരിക്കും ±1/2 എന്നായിരിക്കും. 3 × x + 1 ഹോൾ സ്ക്വയർ ഈക്വൽ 27. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ x + 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ടേം എന്ന് പറഞ്ഞാൽ ഏതാണ്, x + 1 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഫസ്റ്റ് 3 എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യണം. 3 ഇവിടെ x + 1 ഹോൾ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്താണ്, മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ എന്താണ്, x + 1 ഹോൾ സ്ക്വയർ ഈക്വൽ 27 ഡിവൈഡഡ് ബൈ 3 ആണ് 9. അപ്പൊ x + 1 ഹോൾ സ്ക്വയർ ഈക്വൽ 9 എന്ന് വന്നു. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് എടുക്കണം. x + 1 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് വരും. അതായത് +1 - 3. x + 1 ഈക്വൽ +1 - 3 നീട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, x ആണ്. x +1 - 3 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ x ഈക്വൽ നമുക്ക് ഫസ്റ്റ് +3 എടുക്കാം. അപ്പൊ 3 +1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, -1. 3 - 1 2 എന്ന് വരും. ഒരു വാല്യൂ കൊണ്ടുണ്ടല്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 സൊല്യൂഷൻ ആണുള്ളത്. അപ്പൊ ഒരു സൊല്യൂഷൻ കൊണ്ട് അതെന്താണ്, x ഈക്വൽ ഇവിടെ നമ്മൾ എടുത്തത് +3 ആണ്. അപ്പൊ അടുത്തത് എടുക്കുമ്പോൾ -3 +1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1. -3 - 1 എന്ന് വരും. -3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, -4. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 2 - 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, -3x² + 12 = 0. x സ്ക്വയറിന്റെ ടേം ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും, -3x² ഈക്വൽ +12 റൈറ്റ് വരുമ്പോൾ -12. 0 - 12 എന്ന് വരും. അതായത് -12. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3x² ഈക്വൽ 12 എന്ന് കിട്ടി. ഇനി എന്താണ്, x² ഈക്വൽ ടു എന്നുള്ള ഫോം വരണം. x² ഈക്വൽ ടു എന്നുള്ള ഫോം വരണമെങ്കിൽ 3 എലിമിനേറ്റ് ചെയ്യണം. 3x² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. x² ഈക്വൽ 12 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അതായത് 4. x² ഈക്വൽ 4 കിട്ടി. x² ഈക്വൽ 4 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്,
പ്ലസ് ഓർ മൈനസ് 2 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ്. അതിന് ആൻസർ പ്ലസ് ഓർ മൈനസ് 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ 100 എന്നാണ്. എക്സ് സ്ക്വയർ ഉള്ള ടേം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ തന്നെയാണ്. വേറെ ടേംസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? സ്ക്വയർ കളയണം. സ്ക്വയർ കളയാൻ എന്തെടുക്കണം? സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ എന്തുവരും എക്സ് പ്ലസ് 4 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്താണ്? 10 സ്ക്വയർ എന്ന് പറയുന്നതാണ് 100. പ്ലസ് ഓർ മൈനസ് 10 ആയിരിക്കും ആൻസർ. എക്സ് പ്ലസ് 4 ഈക്വൽ 10 എന്നും എക്സ് പ്ലസ് 4 ഈക്വൽ മൈനസ് 10 എന്നും കിട്ടി. എക്സ് പ്ലസ് 4 ഈക്വൽ പ്ലസ് ഓർ മൈനസ് 10 എന്നാണ്. അപ്പൊ അതിന് നമുക്ക് എക്സ് പ്ലസ് 4 ഈക്വൽ 10 എന്നും എക്സ് പ്ലസ് 4 ഈക്വൽ മൈനസ് 10 എന്നും എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് ഈക്വൽ എക്സ് പ്ലസ് 4 ഈക്വൽ 10 എന്നാണ്. അതായത് പ്ലസ് 4 ആണ്. ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 4 ആവും. 10 മൈനസ് 4 എന്ന് വരും. അതായത് 6. ഇവിടെ ആണെങ്കിലോ എക്സ് പ്ലസ് 4 ഈക്വൽ മൈനസ് 10 എന്നാണ്. മൈനസ് 10 മൈനസ് 4 എന്ന് വരും. അതായത് മൈനസ് 14 ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ 6ഉം മൈനസ് 14 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 5y സ്ക്വയർ ഈക്വൽ 25. ഇത് വേരിയബിൾ ഏതാണ്? y ആണ്. y സ്ക്വയർ ഈക്വൽ ടു എന്നുള്ള ഫോർമുലാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 5y സ്ക്വയർ എന്നാണ്. അതായത് 5 ഇൻറ്റു y സ്ക്വയർ എന്നാണ്. 5y സ്ക്വയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 25 ഡിവൈഡ് ബൈ 5 ആവും. അതായത് 5. y സ്ക്വയർ ഈക്വൽ 5 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ y എത്രയാണ്? റൂട്ട് ഓഫ് 5 ആണ്. അതായത് ഇത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ആണ്. ഇപ്പോൾ ആൻസർ വരും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് മെത്തേഡാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ 1-2 ടേംസ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഈ സ്ക്വയർ റൂട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത മെത്തേഡായിട്ട് കാണാം. താങ്ക് യു ഓൾ.